വഹാബികൾ പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയാണിത്. കണ്ടില്ലേ? നബിദിന റാലി. അമ്പലത്തെ ബഹുമാനിച്ച്, ക്ഷേത്രത്തെ ബഹുമാനിച്ച് മുന്നോട്ട് വരികയാണ്. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ഇതിൽ പറയാനുള്ളത്? തെറ്റാണ്, 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 ഹറാമാണ് എന്നുള്ളതിൽ സംശയം വേണ്ട. ഇസ്ലാമിനെ കുറിച്ച് ഒരു അല്പബോധമുള്ളവൻ അവിടെ ഉണ്ട് എങ്കിൽ ഇത് എതിർക്കുമായിരുന്നു. അത്ര വലിയ തെറ്റാണ് ഒരു അമ്പലത്തെയും ക്ഷേത്രത്തെയും ബഹുമാനിക്കുക. അത് സല്യൂട്ടാണെങ്കിൽ പോലും. സല്യൂട്ട് ആദരവിന്റെ സൂചകമല്ലേ? എങ്ങനെയുണ്ട്? ഹറാമാണ്, സംശയമില്ല, തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഇതിനെ നമ്മൾ വിമർശിച്ച് വീഡിയോ ഇട്ടപ്പോൾ എന്തൊക്കെ കുതൂഹലമായിരുന്നു, എന്തൊക്കെ ന്യായീകരണങ്ങളായിരുന്നു. സെലഫികൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴേക്ക് അതിനെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമസ്ത അണികൾക്ക് കണ്ണു തുറക്കാനുള്ള ഒരു അവസരമാണ് ഈ വീഡിയോ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തൊക്കെ ന്യായീകരണങ്ങളാണ് നിങ്ങൾ നടത്തിയത്? അത് മതസൗഹാർദ്ദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതസൗഹാർദ്ദമാണത്. ഞങ്ങൾ ഇനിയും ചെയ്യും. സല്യൂട്ടല്ലേ, സുജൂദല്ലല്ലോ. എന്തൊക്കെ ന്യായീകരണങ്ങളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്ക്. സമസ്തക്കാരായ വിവരമില്ലാത്ത അണികൾക്ക് ഇതേപോലെയുള്ള ഉസ്താദുമാര് പഠിപ്പിച്ചു കൊടുക്കട്ടെ. എന്തൊരു കഷ്ടമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഈ നബിദിനാഘോഷം ബിദ്അത്തുൻ ഹസന, നല്ല ബിദ്അത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആകെ പൊക്കിപ്പിടിച്ചു വരുന്ന ഒരു സംഗതിയാണ് ഇമാം സുയൂത്തിയുടെ അഭിപ്രായം. ആ ഇമാം സുയൂത്തി തന്നെ പറഞ്ഞത് എന്താണ്? നബിദിനാഘോഷത്തിന്റെ ഭാഗമായി എന്ത് ചെയ്യണമെന്നാണ് ഇവരംഗീകരിക്കുന്ന സുയൂത്തി തന്നെ പറഞ്ഞത്? അന്നത്തെ ദിവസം ഒരുമിച്ച് കൂടെ, എന്നിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, വാരിദായ നബിയുടെ കുറച്ച് ചരിത്രം പറയുക, കുറച്ച് ഭക്ഷണം കഴിക്കുക, പിരിഞ്ഞു പോവുക. അതിലപ്പുറം ഒന്നും അധികരിപ്പിക്കാൻ പാടില്ല എന്നാണ് ഇമാം സുയൂത്തി പോലും, ഇവർ കൊണ്ടുവരാറുള്ള തുരിപ്പ് ചീട്ട് പോലും, അതിലുള്ളത് പോലും അങ്ങനെയാണ്. എന്നാലോ ആ ഇമാം സുയൂത്തി പറഞ്ഞതുപോലും ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അതും ഇവർ തള്ളി. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത്? നബിദിനാഘോഷത്തിന്റെ ഭാഗമായി റാലി, അതേപോലെ പട്ടാളത്തിന്റെ വേഷം ധരിച്ചുകൊണ്ടുള്ള ഘോഷയാത്രകൾ, DJ ഡാൻസ്, വലിയ വലിയ പെൺകുട്ടികളുടെ ഡാൻസ്, മ്യൂസിക്, പള്ളി അലങ്കരിക്കുന്നു. എന്തൊക്കെ കുതൂഹലമാണ്. എന്താ നിങ്ങൾ നിയന്ത്രിക്കാത്തത്? എന്തിനാ നിയന്ത്രിക്കാത്തത്? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് നിങ്ങൾ മഹല്ലടിസ്ഥാനത്തിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ഈ പേക്കൂത്തുകളെ എന്തുകൊണ്ട് നിയന്ത്രിക്കുന്നില്ല? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ നിന്നത് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. അപ്പൊ നബിദിനാഘോഷത്തിന് ഇസ്ലാമിൽ യാതൊരു അടിസ്ഥാനവുമില്ല. പക്ഷേ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞതുപോലും ഈ വിഷയത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. നിങ്ങളുടെ കൈകളിൽ നിന്ന് പോയി. അപ്പൊ ഇതുപോലെ ഓരോ വിഷയങ്ങളും നിങ്ങൾ പറഞ്ഞു കൊടുക്ക്. നിങ്ങളുടെ വിവരമില്ലാത്ത അണികൾ പഠിക്കട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സത്യം മനസ്സിലാക്കാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.